സമസ്തക്ക് എതിർപ്പില്ല. പിന്നെയോ പൗരോഹിത്യ നേതൃത്വത്തിന് വേണ്ടിയുള്ള കടിവലികൾക്കിടയിൽ കുറെ ആളുകൾ യാതൊരു ഇൽമും പഠിപ്പുമില്ലാത്ത, പള്ളി ദർസ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ശൈഖന്മാരെ പിന്നിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്നു. 10-20 കൊല്ലം പള്ളി ദർസിലെത്തിയ മുസ്ലിയാരെ ആർക്കും വേണ്ട. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും തരീഖത്ത് ശൈഖന്മാർ തങ്ങളുടെ നേതൃത്വം പിടിച്ചെടുക്കുമോ എന്ന പേടിയിൽ തരീഖത്തുകളെ എതിർക്കുകയും തരീഖത്തുകളെ പുറത്താക്കാൻ ശ്രമിക്കുകയുമാണ് സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തരീഖത്തിന്റെ എല്ലാ തരത്തിലുള്ള അപകടങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, തരീഖത്തിന് പുസ്തകങ്ങൾ ഇറക്കിയവരാണവർ. തരീഖത്തിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും തരീഖത്തിന്റെ ചില ആശയങ്ങളെ എതിർക്കപ്പെടേണ്ടതല്ലെന്ന വാദം അവർക്കുണ്ട്. ഇസ്ലാമിലെ തരീഖത്തും തരീഖത്തിലെ ഇസ്ലാമും എന്ന പേരിൽ ഈ അടുത്ത് പുറത്തിറക്കിയ പുസ്തകം, 2-3 വർഷം മുമ്പ് പുറത്തിറക്കിയ പുസ്തകം, ആ പുസ്തകത്തിന് അവതാരിക എഴുതിക്കൊണ്ട് VA കബീർ എഴുതിയത് എന്താണെന്നറിയോ? സൂഫികൾ ആവിഷ്കരിച്ച ദിവ്യപ്രേമത്തിന്റെ 7ാം പ്രമാണം തത്വശാസ്ത്രം ശ്രദ്ധേയമാണ്. അനുസരണയുടെയും ആരാധനയും സ്വച്ഛ സുന്ദരമായ അഭിവാഞ്ച ഉദയം കൊള്ളുന്നത് സ്നേഹവായ്പിൽ നിന്നാണെന്നാണ് സൂഫി മതം. അനുരാഗവിവശമായ ഹൃദയം തന്റെ പ്രേമഭാചനത്തിന്റെ ഏതരുളപ്പാടും പ്രതിഫലേച്ഛ കൂടാ നിർവഹിക്കുന്നതിൽ ഒട്ടും മടി കാണിക്കുകയില്ല. കേവലമായ ശിക്ഷാഭീതിയല്ല, തന്റെ പ്രേമഭാചനത്തിന്റെ സ്നേഹാത്മമായ കടാക്ഷമാണ് അവരെ ധർമ്മപരിപാലനത്തിന് പ്രേരിപ്പിക്കുന്നത്. കണ്ടോ, ദൈവസ്നേഹമാണ് സൂഫികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നരകത്തെ പേടിച്ചുകൊണ്ടോ സ്വർഗത്തെ ആശിച്ചുകൊണ്ടോ നിങ്ങൾ കർമ്മം ചെയ്യാൻ പാടില്ല എന്നാണ് സൂഫികളുടെ മതം. റാബിയത്തിൽ അദവി അസംബസരിയോട് പറഞ്ഞ കള്ളക്കഥയാണ് തുടർന്ന് VA കബീർ ഉദ്ധരിക്കുന്നത്. അപ്പൊ സൂഫികളുടെ ദൈവസ്നേഹം അങ്ങനെയാണ്. എനിക്ക് നരകത്തിൽ രക്ഷ വേണ്ട, നരകമാണ് രക്ഷപ്പെടാനാണ് ഞാൻ കർമ്മം ചെയ്തെങ്കിൽ ആ നരകത്തിൽ തന്നെ കരിച്ചേക്കൂ. സ്വർഗമാണ് ആഗ്രഹിച്ചതെങ്കിൽ ആ സ്വർഗം എനിക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് സൂഫികൾ. ഖുർആനിനെതിരാണത്. പ്രവാചകന്മാർ പോലും പറഞ്ഞത് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം, ഗുരുതരമായ ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു എന്നാണ്. അതിനെ ന്യായീകരിക്കാൻ VA കബീർ ചെയ്യുന്നത് അതുകൊണ്ട് ശ്രദ്ധേയമാണ്. മാത്രമല്ല, ദൈവസ്നേഹവും പ്രവാചക സ്നേഹവും ഒക്കെ പറയണമെങ്കിൽ സൂഫികൾക്ക് പ്രേമഭാചനങ്ങളുടെ കഥ പറയണം. ലൈലയെ പ്രേമിച്ച് ഭ്രാന്ത് വന്ന ലൈല മജ്നുവിനെയും അതുപോലെ മറ്റനേകം കാമുകന്മാരുടെ കാമുകന്മാരായ വൃത്തികെട്ട കവികളെയും ഒക്കെ ഉദാഹരിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ദൈവസ്നേഹത്തെയും പ്രവാചക സ്നേഹത്തെയും ഒരു പരിചയപ്പെടുത്തുന്നത്. ഇത് ആദിമകാല മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത രീതിയാണ്. അവർ മഹബത്ത്, അള്ളാഹുവിനോടുള്ള സ്നേഹം, റസൂലിനോടുള്ള സ്നേഹം മഹബത്ത് എന്നാണ് ഖുർആനും ഹദീസും പ്രയോഗിച്ചത്. പക്ഷെ സൂഫികൾ പറയുന്നത് ഇഷ്ക് എന്നാണ്. ഇഷ്കെ ഇലാഹി, പ്രവാചകനോടുള്ള അനുരാഗം, അള്ളാഹുവിനോടുള്ള പ്രേമ, ദിവ്യപ്രേമം. പ്രേമം എന്ന് പറയുമ്പോൾ തന്നെ അനുരാഗത്തിൽ ചാലിച്ചെടുത്ത സ്നേഹമാണത്. കാമുകന്മാരോട് തമ്മിലും ഭാര്യാഭർത്താക്കൾ തമ്മിലുമുള്ള സ്നേഹം. അങ്ങനെയൊരു സ്നേഹമാണോ അള്ളാഹുവോടും പ്രവാചകനോടും ഉണ്ടാകേണ്ടത്? ഒരിക്കലുമല്ല. പക്ഷെ അങ്ങനെയാണ്, അങ്ങനെ പരിചയപ്പെടുത്തിയാലേ സൂഫികൾക്ക് ദിവ്യപ്രേമവും പ്രവാചക സ്നേഹവും മനസ്സിലാവുകയുള്ളൂ എന്നതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഇത് മാത്രമല്ല, VA കബീർ ഈ ആമുഖത്തിൽ പറയുന്ന ഒരു വാചകം കൂടി കേട്ടോളും. എന്നാൽ സൂഫി സൂചകങ്ങൾ, ഇഷാറത്ത് പ്രബോധകന്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം കർലാവിയുടെ ഭാഷയിൽ സമ്പന്നമായ ഈടുവെപ്പായി അവശേഷിക്കുമെന്നതിൽ തർക്കിക്കേണ്ടതില്ല. സൂഫികളെ പല സൂചനകളും, അവരെ തഫ്സീറുൽ ഇശാരി എന്ന് പറയുന്ന ഉൾസാരങ്ങൾ, അത് പ്രബോധകന്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം സമ്പന്നമായ ഈടുവെപ്പാണെന്ന് കർലാവി പറഞ്ഞിട്ടുണ്ട്. പോയത്തമാണത്. ഇങ്ങനെ സൂഫികളെ അല്പമൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും സൂഫി കഥകൾ എന്ന പേരിൽ IPH പുസ്തകം പുറത്തിറക്കുകയും ചെയ്തു. പൊട്ടൻ കഥകൾ, സൂഫി കഥകൾ എന്ന പേരിൽ മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു വശത്ത് സൂഫിസത്തിന്റെ സൈദ്ധാന്തികതയെ ചില ഭാഗങ്ങളിൽ ചോദ്യം ചെയ്യുകയും അതേസമയം സൂഫിസത്തെ ചില അർത്ഥത്തിലൊക്കെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഏറ്റവും കൂടുതൽ സൂഫിസത്തിലേക്ക് ആളുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് തബ്ലീഗ് ജമാഅത്താണ്. തബ്ലീഗ് ജമാഅത്തുകാർ വട്ടമിട്ടിരുന്ന് വായിക്കുന്ന അവരെ ഫലായിലെ കിതാബ് രചിച്ചിട്ടുള്ള സക്കരിയ കാന്തലവി 4 തരീഖത്തുകളുടെ ശൈഖാണ്. അദ്ദേഹത്തിന് ധാരാളം മുരീദന്മാർ കേരളത്തിലുമുണ്ടെന്ന് അബ്ദുൽ ഖാദർ മൗലവി പുലിപ്പാറ എന്ന ഫലായി കിതാബിന്റെ വിവർത്തകൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പക്ക സൂഫിയാണ് അയാൾ കിട്ടാവുന്ന എല്ലാ സൂഫി കഥകളും ഫലായിൽ കിതാബിൽ കോറി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സൂഫികളുടെ വഴിവിട്ട ഒരുപാട് പിഴച്ച വിശ്വാസങ്ങളെ ഒരുപാട് സ്ഥലങ്ങളിൽ പച്ചയായി ന്യായീകരിക്കുകയാണ് സക്കരിയ കാന്തലവി ചെയ്തിട്ടുള്ളത്. ശൈഖിനെ കണ്ടെത്തേണ്ടതിനെ സംബന്ധിച്ചും
മുരീദന്മാർ പാലിക്കേണ്ടതിനെ സംബന്ധിച്ചും നേരത്തെ പറഞ്ഞ ദിവ്യപ്രേമത്തെക്കുറിച്ചുമൊക്കെ സൂഫികളെ ന്യായീകരിക്കുകയും പ്രശംസിക്കുകയും വാഴ്ത്തുകയും ചെയ്തുകൊണ്ട് വീണ്ടും കൂമ്പടഞ്ഞു പോയ തരീഖത്തിനെയും സൂഫിസത്തെയും പുനർജീവിപ്പിക്കാൻ വേണ്ട ഗ്രൗണ്ട് വർക്കാണ് വാസ്തവത്തിൽ തബ്ലീഗ് ജമാഅത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തബ്ലീഗ് ജമാഅത്തിലൂടെ പോയ ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്നത് സൂഫിസത്തോടുള്ള അനുരാഗം മാത്രമാണെന്ന് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തബ്ലീഗിലൂടെ പോയി അവസാനം ഏതെങ്കിലും ഒരു ശൈഖിന് ബൈഅത്ത് ചെയ്ത് സൂഫിസത്തിൽ കണ്ടുചേർന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. അതിനു കാരണം തബ്ലീഗ് ജമാഅത്തിന്റെ സൂഫി ചിന്താഗതിയാണ്. ആ സൂഫികൾ എഴുതിയതും അവർ പ്രചരിപ്പിക്കുന്നതുമായ മുഴുവൻ കള്ളക്കഥകളും ഇന്ന് നമ്മുടെ ആളുകൾക്ക് ബക്രീദിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന വാദമാണ് തബ്ലീഗ് ജമാഅത്തുകാർക്കുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സലഫികളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ നേരത്തെ ശംസുദ്ദീൻ പാലത്ത് സൂചിപ്പിച്ച പോലെ സലഫി മൻഹജ്, സലഫുകളുടെ മാർഗം, അതാണ് നാം പിൻപറ്റേണ്ടത്. സഹാബികളും താബികളും ഒക്കെ എങ്ങനെയാണ് ഖുർആനും ഹദീസും മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണ് വിശ്വാസകാര്യങ്ങൾ സ്വീകരിച്ചത്, അവരെങ്ങനെയാണ് ആചാരങ്ങൾ സ്വീകരിച്ചത്, ആ നിലക്ക് സ്വീകരിക്കാൻ നാം മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുവാനും യഥാർത്ഥത്തിൽ നൂതനാചാരങ്ങളെ തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുർവ്യാഖ്യാനങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, പഴച്ചാശയങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ പരിശോധിക്കാൻ നമുക്ക് കഴിവേണ്ടതുണ്ട്. പിശാച് തനിക്ക് നന്നായി തോന്നിക്കുന്ന പഴച്ചാശയങ്ങൾ തന്റെ ബുദ്ധിക്കും തന്റെ അഭിരുചിക്കും ഇഷ്ടമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും പിന്നീട് അതിന് തെളിവുകൾ തരികയും ചെയ്യുന്ന രീതി ഒരിക്കലും ഇസ്ലാമികമായ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏട്ടിലുള്ള ഇസ്ലാമല്ല നാട്ടിൽ കാണുന്നതും പ്രചരിക്കുന്നതും. നാട്ടിൽ കാണുന്നതും പ്രചരിക്കുന്നതുമായ ഇസ്ലാമിന് ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് പ്രമാണങ്ങൾ കന്യമായൊരു ഇസ്ലാമാണ്. നാട്ടിൽ കാണുന്ന ഇസ്ലാമിനെ ഒപ്പിച്ച് പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയല്ല, മറിച്ച് ഏട്ടിലുള്ള ഇസ്ലാമിനനുസരിച്ച് യഥാർത്ഥ ഇസ്ലാം, നാട്ടിൽ കാണുന്ന ഇസ്ലാമിനെ യഥാർത്ഥമായി വിവരിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സലഫി മൻഹജ് എന്ന് പറയുന്നത് ഇപ്പോഴും ചിലർക്കൊന്നും വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിന് അഞ്ചാം മദ്ഹബെന്നും അത് ഗൾഫ് ഇറക്കുമതി എന്നുമൊക്കെ പറഞ്ഞ് പരിഹസ്യവരുണ്ടായിരുന്നു. ഇപ്പൊ ചില ആളുകൾ എന്തൊരു മന്നജ് നമ്മൾ കേട്ടില്ല, മന്നജും കുന്നജും ഒക്കെ പറഞ്ഞപ്പോ ചില ആള് വരുന്നേ എന്നൊക്കെ പറയും. അവരെയൊക്കെ നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. അവരൊക്കെ അപ്പുറത്ത് പോകേണ്ടവരാണ്, പക്ഷേ എങ്ങനെയോ ഇതിൽ കുടുങ്ങിപ്പോയവരാണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. മൻഹജ് എന്ന് പറഞ്ഞാൽ മാർഗം എന്നാണ് അർത്ഥം. സലഫുസ് സാലിഹുകളുടെ രീതിയാണത്. ആ രീതിയിലൂടെ ദീനിനെ മനസ്സിലാക്കണം എന്ന് പറയുന്നവരാണ് സലഫികൾ. സലഫി നഗർ, സലഫി കോംപ്ലക്സ്, സലഫി മസ്ജിദ് എന്നൊക്കെ പറയുന്നത് സലഫുസ് സാലിഹുകളുടെ മാർഗം സ്വീകരിച്ചവർ എന്ന നമ്മുടെ ആശയത്തെ ദ്യോതിപ്പിക്കാനാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ സലഫിയാണ് എന്ന് ചോദിച്ചാൽ, സലഫിയാണ് എന്ന് പറഞ്ഞാൽ ഒരു വിശദീകരണം പിന്നെ ആവശ്യമില്ല, നമ്മുടെ നിലപാടുകൾ വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോവുകയും പ്രമാണങ്ങളെ വളച്ചൊടുക്കുന്നവരെ നാം ശരിക്കും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. ഇന്റർനെറ്റിലും അതുപോലെയുള്ള ആധുനിക മാധ്യമങ്ങളിലുമൊക്കെ സൂഫികൾ വല്ലാതെ അവരുടെ ആശയം തിരികെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നേർക്ക് നേരെ ദീനിനെ അടിസ്ഥാനപരമായി പഠിക്കാത്ത അഭ്യസ്തവിദ്യരായ പലരെയും അവർ വശീകരിക്കുന്നുമുണ്ട്. അതെല്ലാം ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന MSMന്റെ ആളുകളും യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ISMകാരും തിരിച്ചറിയുകയും വൈജ്ഞാനികമായി അതിനെ നേരിടാൻ നാം മുന്നോട്ട് വരികയും ചെയ്യേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആദിമ പരിശുദ്ധിയിലേക്ക് മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിക്കുകയും പിൽക്കാലത്ത് വന്ന എല്ലാ നൂതന ചിന്താഗതികളെയും തുറന്നു കാട്ടുകയുമാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ആത്മീയതയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള സൂഫികളുടെ ഈ പുതിയ മുന്നേറ്റം, കപടാത്മീയതയുടെ മുന്നേറ്റം, അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റവും കൂടുതൽ അർപ്പിതമായിട്ടുള്ളത് സലഫികളായ നമ്മളിലാണ് എന്ന് നാം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ വിഷയത്തെ പഠിക്കാൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും മുന്നോട്ട് വരണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, തീർച്ചയായും ഇതാകുന്നു എന്റെ മാർഗം, ചൊവ്വായ മാർഗം. ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുൽ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, എന്നാൽ അത് നിങ്ങളെ മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റിയാൽ, പിശാചിന്റെ മാർഗങ്ങൾ, പ്രവാചകൻ ഒരു നേർരേഖ വരച്ചു, എന്നിട്ട് മേലോട്ട് കുറെ വരകളും താഴോട്ട് കുറെ വരകളും, ആ നടുവിലുള്ള രേഖ അതാണ് സിറാത്തുൽ മുസ്തഖീം. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള വരകൾ പിശാചിന്റെ മാർഗങ്ങളാണ്. അതിനെ നിങ്ങൾ പിൻപറ്റിയാൽ സിറാത്തുൽ മുസ്തഖീമിൽ അത് നിങ്ങളെ തെറ്റിച്ചു കളയും. ദാലികും വസാഖും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി അല്ലാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്ന അതാണ്
എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിനെ മനസ്സിലാക്കുകയും അതാണ് ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്ന മോക്ഷത്തിന്റെ നേർവഴി എന്ന് തിരിച്ചറിയുകയും കപടാത്മീയതയും തരീഖത്തിന്റെ കള്ളച്ചരക്കുകളെയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നാം മുന്നോട്ട് വരികയും വേണം. ഇസ്ലാമിനെ വിമലീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ സലഫിന്റെ മാർഗം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ ISM-നും MSM-നും KNM-നും KJ-യും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിക്കും ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വൈജ്ഞാനിക സമ്മേളനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ജാഫർ പകരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ വൈജ്ഞാനിക സദസ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സെഷനിൽ അധ്യക്ഷം വഹിച്ച ബഹുമാന്യനായ ഉണ്ണീൻകുട്ടി മൗലവി, ക്ലാസുകൾ എടുത്ത ആദരണീയരായ പണ്ഡിതന്മാർ, ഇത് സശ്രദ്ധം ശ്രവിച്ച ബഹുമാന്യരായ ശ്രോതാക്കൾ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു സംഗമം, ഈ ഒരു സദസ്സ് പടച്ച തമ്പുരാൻ നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കുക. സമ്മേളന സൗകര്യങ്ങൾ മെമന്റോകൾ പുറത്തെ കൗണ്ടറിൽ ലഭ്യമാണ്. മുഴുവൻ പ്രതിനിധികളും കൈപ്പറ്റണമെന്നറിയിക്കുന്നു. സമ്മേളന സൗകര്യങ്ങളും മെമന്റോകളും പുറത്ത് കൗണ്ടറിൽ ലഭ്യമാണ്. മുഴുവൻ പ്രതിനിധികളും കൈപ്പറ്റണമെന്നറിയിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ സമ്മേളനം അതിന്റെ ഏറ്റവും പ്രോജ്വലമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം 5 വേദികളിലായി വ്യത്യസ്ത സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും നമ്മെ അവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിനകത്തു തന്നെയുള്ള പ്രമുഖമായ ചാനലുകൾ ഈ സമ്മേളനം ലൈവായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിവരവും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നു. ഈ സദസ്സ് പൂർണ്ണമായും ഈ സമ്മേളനത്തോട് നീതി പാലിച്ചുകൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ചില നിർദ്ദേശങ്ങൾ കൂടി നമ്മുടെ പുറത്തുനിന്ന് ഈ സമ്മേളനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രതിനിധികളും ഉച്ചയ്ക്കു ശേഷം നടക്കുന്ന സമ്മേളനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബഹുജനങ്ങളും ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ശ്രദ്ധയിലേക്ക് വോളണ്ടിയർമാർ പ്രത്യേകം നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ സമയാനുസൃതം അറിയിച്ചു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മധ്യഭാഗത്തുള്ള ഈ മെയിൻ പന്തൽ ഒരു വിദ്യാർത്ഥി സമ്മേളനം എന്നുള്ള നിലക്ക് വിദ്യാർത്ഥികൾക്ക് മാത്രമായി നമ്മൾ പരിമിതപ്പെടുത്തിയതാണ്. രക്ഷിതാക്കൾക്ക് ഈ വശങ്ങളിലുള്ള വലിയ സൗകര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ രക്ഷിതാക്കൾ ഭംഗിയോടുകൂടി വളരെ ഈ സമ്മേളനത്തെ പൂർണ്ണമായി സഹകരിക്കുന്ന രൂപത്തിൽ തന്നെ മുൻഭാഗങ്ങളിൽ മുഴുവൻ രക്ഷിതാക്കളും കാരണവന്മാരും ഇരിക്കുന്നുണ്ട്. ഏതാനും ചില ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നതാണ്. ഇപ്പോൾ പുറത്തു നിൽക്കുന്ന നമ്മളുടെ പ്രതിനിധികൾക്ക് ഇവിടെ സൗകര്യങ്ങളുടെ അപര്യാപ്തതയുണ്ടോ എന്ന് തോന്നാനുള്ള കാരണം ആ ഭാഗത്ത് നിൽക്കുന്ന ഭക്ഷണ കൗണ്ടറുകളുടെ ഭാഗത്ത് നിൽക്കുന്ന രക്ഷിതാക്കൾ അവിടെ ഇരിക്കണം. നിങ്ങൾ അവിടെ ഇരിക്കണം. അതേപോലെ തന്നെ പന്തലിന്റെ മധ്യഭാഗത്ത് കുറച്ചുകൂടി വിടവുകൾ കാണുന്നുണ്ട്. അവിടേക്ക് പ്രതിനിധികളായ നമ്മളുടെ സുഹൃത്തുക്കൾ കയറിയിരിക്കണം.
വോളണ്ടിയർമാർ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, എല്ലാവരെയും ഒന്ന് മുന്നോട്ട് അല്പം കയറ്റിയിരുത്തണം. പുറകിൽ ഒരുപാട് ആളുകൾ ഇനിയും ഈ